ഷാഫി തൊട്ടതെല്ലാം പൊന്നാക്കിയ ഹിറ്റ് മേക്കർ. മറക്കാനാകുമോ നമ്മുടെ സ്വീകരണ മുറികളിലേക്ക് എത്തിയ ദശമൂലം ദാമു, മണവാളൻ, കണ്ണൻ സ്രാങ്ക്, മിസ്റ്റർ പോനിക്കര? മലയാളികളെ കുടുകുടാ ചിരിപ്പിച്ച ഷാഫി സിനിമകളിലെ ഈ കഥാപാത്രങ്ങളില്ലെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയ ട്രോളുകൾ തന്നെയില്ല. മമ്മൂട്ടിക്ക് തൊമ്മനും മക്കളും, മായാവി, ചട്ടമ്പിനാട്, ജയറാമിന് വൺ മാൻ ഷോ, മേക്കപ്പ് മാൻ, ദിലീപിന് കല്യാണരാമൻ, മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, പൃഥ്വിരാജിന് ചോക്ലേറ്റ്, ലോലിപോപ്പ്, ജയസൂര്യയ്ക്ക് പുലിവാൾ കല്യാണം. ഇപ്പറഞ്ഞ നായകന്മാരിൽ ഓരോരുത്തർക്കും അവരുടെ കരിയറിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു ചിത്രം തീർച്ചയായും അത് ഷാഫിയുടേതാകും. മലയാള സിനിമയുടെ 2000-2010 കാലഘട്ടം അത് ഷാഫിക്ക് കൂടി അവകാശപ്പെടാം. എക്കാലവും ഓർമ്മയിൽ സൂക്ഷിക്കാൻ, ആവർത്തന വിരസതയില്ലാത്ത, റിപ്പീറ്റ് വാല്യൂയുള്ള, വീണ്ടും വീണ്ടും കണ്ടു ചിരിക്കാൻ ഒട്ടേറെ മികച്ച കോമഡികൾ ആ വർഷത്തിൽ വെള്ളിത്തിരയിൽ പിറന്നിരുന്നു. നർമ്മരസത്തിൽ ഊന്നി കഥ പറയാനുള്ള മികവാണ് ഷാഫിയെ സൂപ്പർ ഹിറ്റ് സംവിധായകനാക്കിയത് എന്ന് പറയാതെ വയ്യ. ചിരിപ്പിക്കുന്ന നായകന്മാരെ സൃഷ്ടിക്കുന്നത് ചെറിയ കാര്യമല്ല. കാണികളെ രസിപ്പിക്കാൻ പ്രത്യേകം ഹാസ്യ കഥാപാത്രങ്ങൾ എന്ന ഒരു പതിവുണ്ടായിരുന്നു പണ്ടുകാലത്തെ. എന്നാൽ ആ പതിവ് വിട്ട് നായകന്മാർ തന്നെ ചിരിപ്പിക്കാൻ ഇറങ്ങിയത് മലയാളത്തിന്റെ 90കളിലാണ്. 2001 സഹോദരൻ റാഫിയും മെക്കാട്ടിനും ചേർന്ന് രചന നിർവഹിച്ച വൺ മാൻ ഷോ ആയിരുന്നു ഷാഫിയുടെ ആദ്യ സംവിധാന സംരംഭം. ജയറാമും ലാലും സംയുക്ത വർമ്മയും അഭിനയിച്ച സിനിമ പ്രതീക്ഷിച്ച വിജയം നേടിയില്ലെങ്കിലും ഒരു വർഷത്തിനു ശേഷം പുറത്തിറങ്ങിയ ദിലീപ് ചിത്രം കല്യാണരാമൻ ബോക്സ് ഓഫീസ് ഇളക്കി മറിച്ചു. 2005 ഷാഫി സംവിധാനം ചെയ്ത തൊമ്മനും മക്കളും ആ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളിൽ ഒന്നായിരുന്നു. കോമഡിയും മാസും ചേർന്ന ചിത്രം 2 പതിറ്റാണ്ടുകൾക്ക് ശേഷവും ഒരുപക്ഷെ പ്രേക്ഷകരുടെ ഇഷ്ട ചിത്രങ്ങളുടെ ലിസ്റ്റിൽ ഇന്നും ഇടം പിടിച്ചിട്ടുണ്ട്. രാജൻ ബി ദേവിന്റെ അഭിനയ ജീവിതത്തിൽ, വില്ലനായി മാത്രം രാജൻ ബി ദേവിനെ കണ്ടിരുന്ന അഭിനയ ജീവിതത്തിലും ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു തൊമ്മനും മക്കളും എന്ന സിനിമയിലെ തൊമ്മൻ എന്ന കഥാപാത്രം. 2007 ഷാഫിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മായാവിയും മലയാള സിനിമയിലെ മിന്നുന്ന ഒരു ബോക്സ് ഓഫീസ് വിജയങ്ങളിൽ ഒന്നാണ് എന്ന് പറയാം. മമ്മൂട്ടിയുടെ കരിയറിലെ ഓർമ്മിക്കപ്പെടുന്ന ഒരു സിനിമയും. ചട്ടമ്പിനാടും വെനീസിലെ വ്യാപാരിയുമായി ജനപ്രിയ ചേരുവകൾ നിറഞ്ഞ മമ്മൂട്ടി ചിത്രങ്ങളുടെ വേറൊരു ധാര തന്നെ ഷാഫിയുടെ സംവിധാന മികവിലൂടെ സംഭവിച്ചു കഴിഞ്ഞു. നടൻ ദിലീപിനെ മാത്രമല്ല പൃഥ്വിരാജിനെ വരെ ചിരിപ്പിക്കാൻ കഴിയുന്ന ഒരു ജനപ്രിയ നായക പദവിയിലേക്ക് ഉയർത്തിയ സംവിധായകൻ കൂടിയാണ് ഷാഫി. ദശമൂലം ദാമു, മണവാളൻ, കണ്ണൻ സ്രാങ്ക്, മിസ്റ്റർ പോനിക്കര, മലയാളികളെ കുടുകുടാ ചിരിപ്പിച്ച ഷാഫി സിനിമകളിലെ കഥാപാത്രങ്ങൾ ഇല്ലെങ്കിൽ ഇന്ന് ഒരുപക്ഷെ സോഷ്യൽ മീഡിയ ട്രോളുകൾ തന്നെയില്ല. സിനിമകൾ ഇറങ്ങിയിട്ട് വർഷങ്ങളായെങ്കിലും ചിരിയുടെയും ചിന്തയുടെയും ശക്തി കൊണ്ട് സോഷ്യൽ മീഡിയ ഉള്ളിടത്തോളം കാലം സഞ്ചരിക്കുന്ന കഥാപാത്രങ്ങളെയാണ് ഷാഫി സൃഷ്ടിച്ചതെന്ന് പറയാതെ വയ്യ. മലയാള സിനിമയുടെ ഓർമ്മയിൽ നിന്ന് ചിരി വറ്റാത്തിടത്തോളം കാലം ഷാഫിക്കും മരണമില്ല.